രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിൽ CPM ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ മുന്നിൽ വെക്കുകയും ചെയ്യുന്നു. പാലക്കാട് മാത്രമല്ല, പാലക്കാടിൽ കഴിഞ്ഞ തവണ CPMന് നഷ്ടപ്പെട്ടു തിരിച്ചുപിടിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ മുതിർന്ന നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ തന്നെ ഏറ്റെടുക്കുന്നത്. എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ കാണുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വലതുപക്ഷ നയങ്ങൾ BJPയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ അതുണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് വിപരീത ഫലങ്ങളുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, മതനിരപേക്ഷത, അടിസ്ഥാന മൂല്യങ്ങൾ അതിനെ ഏത് നിലയിലായിരിക്കും അത് വഴിമാറ്റുക എന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വ്യക്തതയുള്ള രാഷ്ട്രീയ നിലപാടുള്ള ആളുകൾ എത്തിച്ചേരുക എന്നത് അതിപ്രധാനമാണ്. എന്തായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യൻ അവസ്ഥ എന്ന് ഇപ്പോൾ നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല. അപ്പോൾ അവിടെ ഒന്ന്, BJPയുടെ ഒരു വരവ് ഒഴിവാക്കണം. രണ്ട്, വരാൻ പോകുന്ന പാർലമെൻറ്റിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാക്കണം. വലിയൊരു ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ഇടതുപക്ഷത്തിൻ്റെ അംഗബലം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇന്നുള്ളതിനേക്കാൾ വർദ്ധിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ അംഗബലം പാർലമെൻറ്റിൽ വർദ്ധിക്കുമ്പോൾ മാത്രമേ സാധാരണ ജനങ്ങളുടെ താല്പര്യങ്ങളും അവകാശങ്ങളും അവിടെ ഉയർത്താനാവുകയുള്ളൂ. അതുമാത്രമല്ല, കേരളം പോലെയുള്ളൊരു സംസ്ഥാനം കഴിഞ്ഞ 5 വർഷം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിശബ്ദമാക്കപ്പെട്ടിരുന്നു. കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല എന്നൊരു സാഹചര്യം. കാരണം ഒരു ഇടതുപക്ഷക്കാരൻ ആണ് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ രണ്ടാമതൊരു MP വന്നു, ബാക്കി 18 പേര് UDF ആണ്. ആ UDF MP-മാർ ഒരിക്കലും കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കായി നിലകൊണ്ടില്ല. കേരള വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു. അപ്പോൾ അത് ഒന്ന്, ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട BJP വിരുദ്ധമായ, മോദി വിരുദ്ധമായ നിലപാടുകൾ പാർലമെൻറ്റിനകത്ത് സ്വീകരിക്കാതിരിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായകരമായ നിർദ്ദേശങ്ങൾ പാർലമെൻറ്റിൽ നൽകുക. വിചിത്രമായ ഒരനുഭവമാണിത്. അവർ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നതിന് പകരം പിണറായിക്കെതിരായിട്ടാണ് പാർലമെൻറ്റിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മളെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ തകർക്കാൻ മോദി ഭരണത്തിന് സഹായകരമായി. ഇപ്പോൾ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്ക് വഴിമരുന്നിട്ട നിലപാട് പാർലമെൻറ്റിൽ സ്വീകരിച്ചവരാണ് കേരള MP-മാർ. അത്തരമൊരു അനുഭവം കേരളത്തിന് ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടണം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളോടുള്ള നിഷേധാത്മകമായ സമീപനം വരാൻ പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കാൻ പാടില്ല. അത് ഉറപ്പാക്കുക എന്നുള്ളതും കൂടിയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ ചുമതലയാണ്. ഈ കേരളത്തിലെയും കേന്ദ്രത്തിലെയും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ നിലവിലുള്ള MP-മാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏത് രീതിയിൽ അവർ ഫണ്ട് ഉപയോഗപ്പെടുത്തി എന്നതൊക്കെ ചർച്ചയാവാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ പാലക്കാട് മണ്ഡലത്തെ എടുക്കുമ്പോൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു തീരുമാനമൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാലക്കാട് ജനത ഈ MP-യെ കൊണ്ട് എന്ത് നേടി? അല്ല, അതിലെങ്ങനെയാ വെച്ചാൽ, ഒരു MP-യുടെ ഏറ്റവും ഒന്നാമത്തെ കാര്യം അദ്ദേഹം പാർലമെൻറ്റിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട്. രാഷ്ട്രീയമാണ് MP സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പ്രാധാന്യമുള്ള രാഷ്ട്രീയ ചുമതലയാണ്. ഇന്ത്യയുടെ പാർലമെൻ്ററി സമ്പ്രദായം സഞ്ചരിക്കുന്നത് ഈ രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലയിലാണ്. അപ്പോൾ നിങ്ങളുടെ നിലപാടാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ പാർലമെൻറ്റിൽ നിയോജകമണ്ഡലത്തിൽ സ്ഥിരമായി നിന്നു എന്നതുകൊണ്ട് മാത്രം ഒരു MP തൻ്റെ ചുമതലകൾ നിർവഹിക്കപ്പെടില്ല. MP-യുടെ വികസന പ്രവർത്തനം എന്നത് തന്നെ നമ്മളെങ്ങനെ ഒരു വികസന പ്രവർത്തനത്തെ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ, കേന്ദ്ര ഗവൺമെൻറ്റിനെ, അവരെ രണ്ടുപേരെയും കൂട്ടിയോജിപ്പിച്ച് നമ്മളുടെ തൊട്ടുമുന്നിലേക്ക് വരേണ്ട വികസന മുൻഗണനകൾക്ക് രൂപം നൽകി സമഗ്രമായൊരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. അതാണ് അതിലെ പാർലമെൻ്ററി സംവിധാനത്തിൽ ഒരു MP-ക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യം. ഒരുപാട് മന്ത്രിയല്ല MP വികസനത്തിൻ്റെ ഫെസിലിറ്റേറ്ററാണ്. അപ്പോൾ ആ വികസനത്തിൻ്റെ ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടു കൂടി
അവിടെ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര ഇടപെടലുകൾ നടത്തിക്കുക എന്നുള്ളതാണ് എം പിയുടെ ജോലി. അതാണ് ഒരു പ്രാഥമിക ജോലി. അതിനേക്കാൾ പ്രാധാന്യമുള്ള ജോലി അവിടെ നയമാണ് രൂപീകരിക്കുന്നത്. നിങ്ങൾ പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചത്? പാർലമെൻറ്റ് നയരൂപീകരണത്തിൻ്റെ സ്ഥലമാണ്, നാടിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന സ്ഥലമാണ്, നമ്മുടെ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ, മൗലികാവകാശങ്ങൾ ഇത് സംരക്ഷിക്കുന്ന നിയമങ്ങൾ നടത്തുന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് അതല്ലേ എം പിയുടെ ജോലി, ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ മൗലികമായ നിലനിൽപ്പിനെ സംരക്ഷിക്കാൻ ആവശ്യമായ ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്താനാണ്. പാർലമെൻറ്റിൽ ജനങ്ങളുടെ സമരങ്ങളുടെ ശബ്ദം, ജനങ്ങളുടെ അവകാശങ്ങളുടെ ശബ്ദം അത് ഉയർത്താനാണ് എം പിയെ തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ ജോലിയാണ് അതാണ്. പാർലമെൻറ്റിനകത്ത് ജനങ്ങളുടെ ശബ്ദം മുഴങ്ങണം, പാർലമെൻറ്റിനകത്ത് ജനവിരുദ്ധമായ കാര്യങ്ങളെ തടയാനാവണം, പാർലമെൻറ്റിനകത്ത് സംസ്ഥാന താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ്. അതാണ് എം പിയുടെ ഒന്നാമത്തെ ജോലി, പരമമായ ജോലി. ആ ജോലിക്കൊപ്പം വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ആ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിലെയും ഗവൺമെൻറ്റുകളുടെ സംയോജിച്ച പ്രവർത്തനങ്ങളിലൂടെ മുൻഗണനകൾ നിശ്ചയിച്ച് ആ മുൻഗണനകൾ പ്രാവർത്തികമാക്കാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകും. അങ്ങനെയാണ് പാർലമെൻ്ററി പ്രവർത്തനം പോകുക, പാർലമെൻറ്റ് അംഗങ്ങളുടെ പ്രവർത്തനം പോകുക. അതിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു കോൺഗ്രസ് എം പിയും ആ സമഗ്രമായ തരത്തിൽ പാർലമെൻറ്റിനെ ഉപയോഗപ്പെടുത്തിയില്ല. UDF എം പിമാർ. അതാണ് നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി. ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ തുടർച്ചയായി ഉന്നയിച്ച ഒരു പാർലമെൻറ്റ് അംഗവും UDF നിരയിൽ കാണാൻ കഴിയില്ല. അവർ ഒറ്റ കാര്യം ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ആ കാര്യം എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ അംഗരക്ഷകരായിട്ട് ഒപ്പം പോവുക, രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ തൊട്ട് പിന്നെ പോയിരുന്നാൽ അത് TV കാണും, അതിനുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ പോയിരിക്കുക എന്നൊക്കെ പറയുന്ന നാട്യപ്രധാനമായ പ്രവർത്തനമാണ് കേരള എം പിമാർ നടത്തിയത്. സംസ്ഥാന താല്പര്യങ്ങളെ പൂർണ്ണമായിട്ട് അവർ അവഗണിക്കുകയും ചെയ്തു. സത്യത്തിൽ നമ്മൾ ഓർമ്മയിൽ നിന്നും മായ്ക്കാൻ ആഗ്രഹിക്കുന്നതാണ് ആ പാർലമെൻറ്റ് അംഗങ്ങളുടെ പ്രവർത്തനം. കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ ചുമതല നിർവഹിക്കും. ഇടതുപക്ഷത്തിന് അനുകൂലമായി അവർ വോട്ട് രേഖപ്പെടുത്തും. UDFന് കനത്ത പരാജയം നൽകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിൽ UDF രാഷ്ട്രീയ ഘടകം എന്നുള്ള നിലയിൽ UDF സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ പ്രാവർത്തികമാക്കിയ UDF എം പിമാർ കേരള താല്പര്യങ്ങളെ സംരക്ഷിച്ചില്ല എന്ന നിലപാടുണ്ട്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി കേരളമാകെ ചർച്ച ചെയ്യും. പാലക്കാട് ചർച്ച ചെയ്യും, കേരളമാകെ ആ വിഷയങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യും. എന്നാൽ പാലക്കാടിൻ്റെ കുറേ സാധ്യതകളുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റാണ് പാലക്കാട്. അതുപോലെ തന്നെ റെയിൽവേയോട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്, കൃഷിയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. ആ നിലയിൽ പാലക്കാടിൻ്റെ സാധ്യതകളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാം, അത് സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു കാഴ്ചപ്പാട് സ്വാഭാവികമായിട്ടും പാർലമെൻറ്റ് അംഗത്തിനുണ്ടാവണം. അത് സംബന്ധിച്ചുള്ള ഞാൻ അതിൽ വേണ്ടത്ര മുന്നോട്ട് പോകാൻ വന്നിട്ടുള്ള പരിമിതികളെ നികത്താനുള്ള പരിശ്രമമാണ് ജയിച്ചു കഴിഞ്ഞാൽ MP എന്നുള്ള നിലയിൽ നടത്തുക. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തന്നെ ഉറ്റുനോക്കുന്നത് കോൺഗ്രസിലെ അംഗങ്ങൾ MPമാർ ഉൾപ്പെടെയുള്ളവർ BJP-യിലേക്ക് പണത്തിൻ്റെയൊക്കെ സ്വാധീനത്താൽ മാറ്റപ്പെടുന്നു. CPM പക്ഷേ അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വിശ്വാസമുണ്ട്. ഏറ്റവും അവസാനം ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഉൾപ്പെടെ CPM എടുത്ത നിലപാടായിരുന്നു ശരി എന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ആ രാഷ്ട്രീയം കൂടി തീർച്ചയായും പറയേണ്ടി വരില്ല ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം കോൺഗ്രസിന് വോട്ട് ചെയ്തതുകൊണ്ട് നാളെ അവർ BJP ആകാം എന്നുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അല്ല, അത് ആകാം എന്നുള്ള നിലയിലില്ല, ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. അത് ഓൺഗോയിങ് ആണ്, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കോൺഗ്രസ് നേതാവാണ് എപ്പോഴാണ് BJP-യിൽ ചേരുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല. അതിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ കോൺഗ്രസ്സുകാരെ കുറിച്ച് പൊതുവായി നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താ, ഏത് സമയത്തും ഇദ്ദേഹം BJP-യിൽ ചേരാം. അങ്ങനെയാണ്. റിസർവ് സേനയാണ്, BJP-യുടെ ഒരു റിസർവ് സേനയാണ് ഒരു കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഏത് സമയം മാറാം. അതിലിപ്പോൾ നോക്കൂ, ഈ കോൺഗ്രസിൻ്റെ കമൽനാഥ് BJP-യിലേക്ക് ഇങ്ങനെ ചെന്ന് അവിടെ വാതിലിൽ മുട്ടിയായിരുന്നു. കൗതുകരമായൊരു സംഭവമുണ്ട്. BJP-യിൽ ഇപ്പം ചേർക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ കമൽനാഥ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലൊക്കെ വെച്ചിരുന്ന മറ്റേ ചിത്രങ്ങളുണ്ടല്ലോ, ശ്രീരാമൻ്റെയും, ആ ചിത്രങ്ങളാകെ താഴേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ആലോചിച്ചോടി, ഇപ്പോൾ ഈ അടുത്ത ദിവസം നടന്നത് അദ്ദേഹത്തെ ഇപ്പോൾ BJP-യിൽ എടുക്കുന്നില്ല എന്ന് BJP നേതൃത്വം അറിയിക്കുന്നു. അപ്പം തന്നെ അദ്ദേഹം വീട്ടിൽ തിരിച്ചുപോയി ആ ബോർഡ് താഴേക്ക് അടിച്ചു വയ്ക്കുന്നു. ഇതിപ്പോൾ ഉണ്ടായതാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസിന് അയച്ച ആളാണ്. അശോക് ചവാൻ കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയപ്പോൾ അങ്ങോട്ട് കൂറുമാറിപ്പോയത്.
ആസാമിലെ മുഖ്യമന്ത്രിക്ക് അവിടുത്തെ PCC പ്രസിഡൻ്റായിരുന്നു. നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ഇവരൊക്കെ ഏത് സമയത്തും മാറാം, ആരും മാറാം. അത് നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം BJPക്ക് വിശ്വസിക്കാവുന്നവരായ കരുതൽ കൂട്ടുകാരാണ് കോൺഗ്രസ് MP മാർ. കോൺഗ്രസ് നേതാക്കന്മാരും ആ നിലയിൽ തന്നെയാണ്. അതൊരു വലിയ അധപ്പതനമാണ്. അതായത് രാജ്യത്തിൻ്റെ പൊതു താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ സ്വയം സമർപ്പിതമായ ഒരു പൊതു പ്രവർത്തനമായിരുന്നു ദേശീയ പ്രസ്ഥാന കാലത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടേത്. അതിൽ നിന്നും നേരെ വിപരീതമായ പൊതുപ്രവർത്തനമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ നടത്തിയത്. അതിലൂടെ ആ മൂല്യങ്ങളുടെ ഒരു വലിയ തകർച്ച ഉണ്ടായി. ഇന്ന് നമുക്ക് കോൺഗ്രസ്സിൽ ആ നിലയിലുള്ള ഒരു മൂല്യബോധം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനം എന്ന മൂല്യബോധം, മതനിരപേക്ഷത എന്ന ഇന്ത്യൻ ദേശീയതയുടെ അടിത്തറ തകരുമ്പോഴും നിസ്സംഗത പാലിക്കുന്ന മൂല്യബോധം, അതാണ് അവർക്കുള്ളത്. മൃദു ഹിന്ദുത്വമാണ് കോൺഗ്രസിൻ്റെ അജണ്ട എന്ന് പറയുമ്പോൾ തന്നെ അത് BJPയെ സഹായിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ നിലയിലാണത്. പിന്നെ സാമ്പത്തിക നയങ്ങളിൽ അവർ പൂർണ്ണമായും ഈ കോർപ്പറേറ്റ് അനുകൂലമാണ്. അപ്പോൾ കോൺഗ്രസ് ഇന്ന് അതിൻ്റെ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകാര്യതയുള്ള പ്രസ്ഥാനമല്ല. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ നല്ല നിലയിൽ പിന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അതേസമയം മതനിരപേക്ഷതയുടെ ഇന്ത്യൻ ഫൗണ്ടേഷൻ അത് കേരളമാണ്. കേരളത്തിൻ്റെ അടിത്തറയാണ് ഇന്നത്തെ മതനിരപേക്ഷതയുടെ അടിത്തറ. കേരളം സൃഷ്ടിച്ച മാതൃകയാണ്. ഇന്ത്യയുടെ മുന്നിലൊരു മാതൃകയാണ്, കേരളത്തിൻ്റെ മാതൃകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഭരണഘടന, നമ്മുടെ ഫെഡറലിസം, നമ്മുടെ മൗലികാവകാശങ്ങൾ, നമ്മുടെ പൗരാവകാശങ്ങൾ, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പ്രതിരോധം അത് ആരിൽ നിന്നുണ്ടാവും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ നടന്ന കേരളത്തിൻ്റെ പ്രതിരോധം. ആ പ്രതിരോധത്തിലേക്ക് നമ്മൾ ഡൽഹിയിലെ മുഖ്യമന്ത്രി വന്നു, തൊട്ടടുത്ത പഞ്ചാബിലെ മുഖ്യമന്ത്രി വന്നു, കശ്മീരിലെ മുൻ മുഖ്യമന്ത്രി വന്നു. ഇന്ത്യയിൽ വ്യത്യസ്തതയുള്ളൊരു പ്രതിപക്ഷം രൂപപ്പെടുന്നുണ്ട്, വ്യക്തിത്വമുള്ളൊരു പ്രതിപക്ഷം രൂപപ്പെടുന്നുണ്ട്. അതിന് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യവും ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയും അനിവാര്യമാണ് എന്നാൽ ഡൽഹി സമരം തെളിയിക്കുന്നുണ്ട്. ഇന്ത്യ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ സമര പോർമുഖത്തെ കണ്ടത്. ഇവിടെ നമുക്ക് ആ പ്രതീക്ഷയെ സാർത്ഥകമാക്കണമെങ്കിൽ പാർലമെൻറ്റിനകത്ത് കൂടുതൽ ഇടതുപക്ഷ MP മാരുണ്ടാവണം. അത് നമ്മുടെ ഭരണഘടനയും നമ്മുടെ ദേശീയ പ്രസ്ഥാനവും ഉൾക്കൊണ്ടതും വളർത്താൻ ആഗ്രഹിച്ചതുമായ എല്ലാ മൂല്യങ്ങളുടെയും സംരക്ഷണത്തെ സഹായിക്കും. മാത്രമല്ല ബദൽ രാഷ്ട്രീയം, സാധാരണക്കാരൻ്റെ താല്പര്യത്തിന് ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു വഴിമാറ്റം ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയിൽ ഉണ്ടാക്കുക മർമ്മപ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പിലത്. അതിന് പാർലമെൻറ്റിനകത്തെ ഇടതുപക്ഷ സാന്നിധ്യം, അവരുടെ എണ്ണം വർദ്ധിക്കണം. പാർലമെൻറ്റിൽ എപ്പോഴും ഈ ഇടതുപക്ഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘടകമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും തീക്ഷ്ണവും തീവ്രവുമായി ജനകീയ പ്രശ്നങ്ങളുമായി മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷ പാർലമെൻറ്റ് അംഗങ്ങളാണ്. അത് ആ ശബ്ദമേ ഇപ്പോൾ ഇല്ലാതെ ഇരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു MP ഒരിക്കലും അങ്ങനെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഈ മർമ്മപ്രധാന ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് സംവാദ വിഷയമാക്കേണ്ടത്. കേരളം ആർജിച്ച സാമൂഹ്യ തുല്യതയുടെ, മത നിരപേക്ഷതയുടെ, പൊതു മുന്നേറ്റത്തിൻ്റെ ഒരു തുടർച്ച അതുണ്ടാവാൻ ന്യായമായ അവകാശങ്ങൾ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ടതുണ്ട്. അതിപ്പോൾ കിട്ടുന്നില്ല, അത് വാങ്ങിയെടുക്കണം, അതും പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതെല്ലാമാണ് പാർട്ടി ചർച്ച ചെയ്ത്, അതെല്ലാമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു തീവ്ര വലതുപക്ഷത്തിൻ്റെ കയ്യിൽ അവരുടെ പ്രാകൃത നയങ്ങളുടെ വേഗതയേറിയ നടത്തിപ്പിന് പശ്ചാത്തലമൊരുക്കുക എന്നുള്ള നിലയിലല്ല, അവർ നമ്മുടെ സമൂഹത്തെ പിറകോട്ട് നയിക്കുന്ന ഘടകങ്ങളെ മാറ്റാൻ കഴിയുന്ന തരത്തിൽ പുതിയ പാർലമെൻറ്റ് ഉണ്ടാവണം. ആ പാർലമെൻറ്റിൽ ആ മാറ്റത്തിൻ്റെ പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്ന രാസത്വരകമായി അവിടെ ഇടതുപക്ഷമുണ്ടാവണം. ആ ഇടതുപക്ഷ സാന്നിധ്യം കേരളത്തിന് പുറത്തുള്ള അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ, പാവപ്പെട്ടവൻ്റെ താല്പര്യ സംരക്ഷണത്തിൻ്റെ അടിത്തറയാണ്. അതുകൊണ്ട് ഇടതുപക്ഷം എന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശരിയായ പരിഹാരം കാണാൻ ഭരണകൂടത്തെ നിർബന്ധിക്കുന്ന ചാലകശക്തിയാണ്. അവിടെ പാർലമെൻറ്റിൽ കൂടുതൽ ഇടതുപക്ഷ അംഗങ്ങൾ ഉണ്ടാവണം. അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉറപ്പാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം ഓരോ നിയോജകമണ്ഡലത്തിൻ്റെയും വികസനമുണ്ട്, കേരളത്തിൻ്റെ പൊതുവികസനമുണ്ട്. അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറായേ പറ്റൂ.
സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടിയേ മതിയോ? അതൊക്കെ പറയാൻ പറ്റിയ പാർലമെൻറ്റ് അംഗങ്ങൾ വേണ്ടേ? അത് വേണ്ടേ? ഇതവിടെ പോയാൽ അവിടെ പോകുന്നു എന്നല്ലാതെ അവിടെ ചെന്ന് തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങളെ ഉന്നയിക്കാനാവുന്നില്ല എന്ന പരിമിതിയാണ്. അത് എല്ലാ UDF എംപിമാർക്കും ഒരുപോലെ ബാധകമായതാണ്. കേരളത്തിന് ഇന്ന് ഒരൊറ്റ UDF എംപിയും ഇത്തവണ കേരളത്തിൽ ജയിക്കരുത്. ഇടതുപക്ഷം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എത്തുക, അതിലേറ്റവും കൂടുതൽ അംഗങ്ങൾ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ എംപിമാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തുക എന്നത് അതിപ്രധാനമാണ്. എന്തായാലും രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യം കടക്കാൻ പോകുന്നത്. ആ ഘട്ടത്തിൽ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരുക്കത്തിലാണ് CPM ഉള്ളത്. അതിനുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് LDFും പൂർണ്ണമായി ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് നമ്മളോട് സംസാരിച്ചത്. ക്യാമറമാൻ RK കുമാറിനൊപ്പം വിജിൻ വായാന്തൂർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.